ഈ ലീഡർഷിപ്പും മാനേജ്മെൻറ്റും പല അവസരത്തിലും ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കുന്ന ടേംസാണ്. സത്യത്തിൽ ലീഡർഷിപ്പും മാനേജ്മെൻറ്റും ഒന്നല്ല. ഈ ബിസിനസ്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ എപ്പോഴും അത് പരസ്പരം മാറി ഉപയോഗിക്കാറുണ്ട്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ടീം ഓഫ് ആളുകളെ കൊണ്ട് ഒരു പ്രത്യേക ടാസ്ക് ചെയ്യിക്കുന്ന ഒരു നിശ്ചിത ടൈം ഫ്രെയിമുണ്ട്. ആ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ ആ ടാസ്ക് ചെയ്ത് തീർക്കാനുള്ള ഒരു ഫ്രെയിം വർക്കാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അതിനകത്തൊരു മോട്ടിവേഷൻ്റെ എലമെൻ്റൊക്കെ വരുന്നുണ്ട്. ആളുകളെ എൻകറേജ് ചെയ്യുക, എംപവർ ചെയ്യുക, അങ്ങനത്തെ ഒരു മോഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ലീഡർഷിപ്പ് എന്താണ്, അതിനെക്കുറിച്ചിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ എംപവർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അയാൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കുക. അതാണ് സത്യത്തിലെ ലീഡർഷിപ്പ്. അയാൾക്ക് ഒരു സദസ്സിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അയാൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫീൽ ചെയ്യുക. നമ്മൾ രണ്ടാൾക്കാർ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ആൾ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് ആ സംസാരത്തിലൂടെ ആ കേൾക്കുന്ന ആൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് സംസാരിക്കുന്ന ആൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ മറ്റുള്ള ആൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ള അതുമായി ബന്ധപ്പെട്ടാണ് ലീഡർഷിപ്പ് കിടക്കുന്നത്. ലീഡർ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു ലീഡർ തന്നിലേക്ക് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എപ്പോഴും ചുറ്റുവട്ടത്ത് അനുയായികളെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാകുന്ന സമയത്ത് അയാൾ റിയൽ ലീഡർ ആകുന്നില്ല. റിയൽ ലീഡർ എന്താ ചെയ്യുക, ചുറ്റുവട്ടത്ത് മറ്റ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻ്റ് അപ്പോഴാണ് ഫീൽ ചെയ്യുക, ഇമ്പോർട്ടൻസ് അപ്പോഴാണ് ഫീൽ ചെയ്യുക. അയാൾ എംപവേർഡ് ആവുക. അയാൾ എംപവേർഡ് ആവുന്ന സമയത്ത് അയാൾ അതുവഴി ശരിക്കും എംപവേർഡ് ആവുന്നത് ഈ ആദ്യം പറഞ്ഞ ആൾ തന്നെയാണ്. അപ്പോൾ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ വളർത്തുന്ന ഒരു പ്രോസസ്സും കൂടി ഈ ലീഡർഷിപ്പ് റോളിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്നുണ്ട്. തൻ്റെ കൂടെ അനുയായികളായിട്ടുള്ള കുറേ ആളുകളെ കൊണ്ടുവരുന്ന ആളല്ല ശരിക്കും ലീഡറായിട്ടുള്ള ആൾ. തൻ്റെ കൂടെയുള്ള ആളുകളെ എംപവർ ചെയ്തിട്ട് അവരെ അടുത്ത തലത്തിലേക്ക് മാനസികമായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരാളാണ് ലീഡർ. അങ്ങനെ ആവുന്ന സമയത്താണ് ഈ ആദ്യം പറഞ്ഞ ആൾ കൂടുതൽ ഉയരമുള്ള ലീഡറായിട്ട് മാറുന്നുണ്ടാവുക. ഈ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ചില എക്സാമ്പിൾസ്, ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒന്ന്, ഒരു തവണ ഞങ്ങൾ സൗദിയിൽ പോവാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രവിശ്യയുടെ ഗവർണർ, അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബിസിനസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങിനാണ് ഞങ്ങളവിടെ പോകുന്നത്. അപ്പോൾ അവിടെ അഗ്രിമെൻറ്റ് സൈനിങ് സെറിമണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോട്ടോഗ്രാഫ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഗവർണറുടെ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് എൻ്റെ അടുത്ത് വളരെ സെറ്റിലായിട്ടാണ് പറഞ്ഞത്. അയാൾ എന്നോട് ആ റോന്ന് അവിടെ സ്ഥലം തികയാത്തതുകൊണ്ട് അയാൾ എന്നോട് ആ റോന്നൊന്ന് മാറി നിൽക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മാറി നിന്ന്, അതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഫോട്ടോ സെഷനിൽ ആ ഒരു സെഷനിൽ മാറിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു ചെറിയ ഒരു വിഷമമുണ്ട്. പക്ഷേ അത് ഒരിക്കലും അതൊരു മേജറായിട്ടുള്ള പ്രോബ്ലം അല്ല താനും. പക്ഷെ എന്താ എന്നെ പിന്നീട് സംഭവിച്ച കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹം ഈ ഗവർണർ ഇത് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നടക്കുന്നൊരു കാര്യം. അദ്ദേഹം ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം അയാൾ എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തിന് കൂടെ നിർത്തിയിട്ട് രണ്ടാമത് ഫോട്ടോ സെഷൻ ചെയ്തു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരു ഇവൻറ്റിൽ അയാൾ പ്രത്യേകമായി ശ്രദ്ധ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി അയാൾക്കുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നോട് മാത്രമല്ല, അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളോടൊക്കെ അങ്ങനെ ഒരു കാര്യം അയാൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് അയാൾ ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ വരുന്നത്. മറ്റൊരു എക്സാമ്പിൾ സൗദിയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. ഞങ്ങൾ 3-4 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു ഷെയ്ഖാണ്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിന്നറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ വിശിഷ്ടാതിഥികളായിട്ട് എത്തുന്ന സമയത്ത് ആ ഡൈനിങ് ടേബിളിൽ അയാളുടെ ഡ്രൈവറും ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്ന ആ ഡ്രൈവറുടെ പെർസ്പെക്റ്റീവിൽ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യാണ്. ഇയാളെ കൂടെ നിൽക്കുന്ന ഒരാളെ, ഇയാളുടെ വിശിഷ്ടാതിഥികളെ കൂടെ ഇത്തിരി ഭക്ഷണം കഴിപ്പിക്കുന്ന വിശാലത അയാൾ കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ റിലേഷൻഷിപ്പിനകത്തുള്ള ഒരു ഊഷ്മളത ആലോചിച്ച് നോക്കും. അപ്പോൾ അവിടെ അയാളൊരു ലീഡർഷിപ്പ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നീട് എനിക്ക് മറ്റൊരു എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി ദുബായിൽ വെച്ചിട്ട് നമ്മൾ മുനവർ അലി തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു ഇവൻറ്റിൽ എൻ്റെ ഒരു സുഹൃത്തിന് ഈ ഇവൻറ്റിന് പോകുന്നതുമായി ബന്ധപ്പെട്ടൊരു ആവശ്യമുണ്ട്. ഞാൻ അതിലേക്ക് പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ആളോ അതിലേക്ക് പോകേണ്ട ആളോ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് പോകുന്നതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ പോയതാണ്. അപ്പം ഈവനിങ്ങിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോയി. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പോവാണ്. അപ്പം
ഞങ്ങൾ നന്നായി ഭക്ഷണം കഴിച്ചതുകൊണ്ടും ഞങ്ങൾ ആ ഭക്ഷണത്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അവിടെ കുറേ ആളുകളുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഫസ്റ്റ് റൗണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യണം, പുറത്ത് വണ്ടീൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഭക്ഷണം കൊടുത്തോന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങളെക്കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സ് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. ഈ ലീഡർ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ, അതായത് മറ്റുള്ള ആളുകളുടെ കൺസേൺസും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കെയർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും ലീഡർ എപ്പോഴും. അങ്ങനെയുള്ള ഒരാൾ ആയിരിക്കും ബിസിനസ്സിനകത്ത്. അപ്പം ഈ മാനേജറുടെ റോളും ലീഡർ റോളും മാറിപ്പോയി കഴിഞ്ഞാലൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡർഷിപ്പിലുള്ള ഒരാൾ മാനേജ്മെൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നു. അപ്പോൾ സത്യത്തിലോട്ട് ലീഡർ മിസ്സാകുന്നുണ്ട്. ലീഡർ മിസ്സാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഓർഗനൈസേഷനിൽ ഇത്തരം ഈ ആളുകളുടെ കൊഴിഞ്ഞുപോക്ക്, അസംതൃപ്തി കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഈ രണ്ട് റോളും സെപ്പറേറ്റ് ആണെന്നും, ഇനി ഇത് രണ്ടും ഒരാൾ തന്നെ പ്ലേ ചെയ്യേണ്ട രൂപത്തിലുള്ള ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ രണ്ട് റോളും സെപ്പറേറ്റ് ആണെന്നും ആ രണ്ട് റോളും പ്ലേ ചെയ്യാനുള്ളതാണെന്നും പിന്നെ കൃത്യമായിട്ടും അതിൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് അവരുടെ ബിഹേവിയറൽ പാറ്റേൺ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ബിസിനസ്സിനെ അറേഞ്ച് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഫൗണ്ടറായിട്ടുള്ള എൻ്റർപ്രണറായിട്ടുള്ള ആളുടെ മൈൻഡിലുള്ള, അയാളുടെ മനസ്സിലുള്ള വിഷൻ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വിഷൻ ആയിരിക്കണം. അയാൾ വളരെ ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ രണ്ട് റോളും പ്ലേ ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. എനിക്ക് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ റവന്യൂ, എൻ്റെ ടാർഗറ്റ്, അതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതേപോലെ ഒരു ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് റോൾ പ്ലേ ചെയ്യാനുള്ള ഒരു സ്പേസ് അയാൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അയാളുടെ വിഷൻ എപ്പോഴും വിശാലമായിട്ടുള്ളൊരു വിഷയമായിരിക്കണം എന്നുള്ളതാണ് ഒരു സൈഡ്. മറു സൈഡിൽ മിക്കവാറും ഓർഗനൈസേഷൻ്റെ ക്യാരക്ടർ ആ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറുടെ ക്യാരക്ടറോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഫൗണ്ടറുടെ ക്യാരക്ടർ വളരെ ഇൻക്ലൂസീവ് അല്ലാത്ത ഒരു ക്യാരക്ടർ, ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവക്കാരനൊക്കെയാണ് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഈ അതിനകത്ത് അയാൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ടീമിന് ആ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അവരുടെ ബിഹേവിയറൽ പാറ്റേൺ അതിനനുസരിച്ച് സെറ്റാവുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യുന്ന ഒരാൾ ഇപ്പം അദ്ദേഹത്തിന് അങ്ങനെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പാറ്റേൺ ബിൽഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത്തരം പാറ്റേണിന് ഡെവലപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മത അദ്ദേഹം പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു സാധനം നല്ല രൂപത്തിലേക്ക് ലാൻഡ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ലീഡർഷിപ്പിലുള്ള ആളുകൾ ഭയങ്കര എമ്പത്തറ്റിക് ആവേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഇപ്പം നമ്മൾ അയാളെ എംപ്ലോയർ ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ മുകളിൽ പവർ ഉപയോഗിക്കുന്ന രൂപത്തിൽ പല ആൾക്കാരും ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അവർ നമ്മളെ ടീംമേറ്റാണ്. അവർ നമ്മളെ ഓർഗനൈസേഷൻ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെന്ന് വിശാലതയിലും അയാളുടെ പേഴ്സണൽ സ്പേസിനൊക്കെ പിന്നെ അംഗീകാരം കൊടുത്തുകൊണ്ട്, ചോയ്സുകൾക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് വിശാലതയിൽ കൈകാര്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഓർഗനൈസേഷൻ അതിനുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ലീഡർ എപ്പോഴും എമ്പത്തറ്റിക് ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഇൻക്ലൂസിവിറ്റി അയാളുടെ ഈ ബിഹേവിയറിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ഒബ്സർവ് ചെയ്യേണ്ട രസകരമായൊരു പാറ്റേൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ ഓർഗനൈസേഷൻ്റെ പിന്നെ ലീഡർഷിപ്പാണ്. ഇപ്പം ലാർജ് ഓർഗനൈസേഷൻസൊക്കെ ഇപ്പം തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ലാർജ് ഓർഗനൈസേഷൻസിൻ്റെ സാഹചര്യത്തിൽ അവർ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതും അത് തീരുമാനം എടുക്കുന്നതൊക്കെ ആരായിരിക്കും? അതിൻ്റെ ലീഡേഴ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും, ഡയറക്ടർ ബോർഡായിരിക്കും. ആ സ്ട്രാറ്റജി തെറ്റിയിട്ടോ അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി പിന്നെ ടോട്ടൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പേസിൽ വേണ്ട രൂപത്തിൽ ലാൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്തോ ഈ ഓർഗനൈസേഷൻ ഫിനാൻഷ്യലി എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പുറത്താവുന്നത് ആരായിരിക്കും? ആദ്യം പുറത്താവുന്നത് പിന്നെ താഴെയുള്ള കുറേ എംപ്ലോയീസ് ആയിരിക്കും, അല്ലെങ്കിൽ മിഡിൽ മാനേജ്മെൻറ്റിലെ കുറച്ച് ആൾക്കാരായിരിക്കും. ടോപ്പ് ലീഡർഷിപ്പിനെ അത് എപ്പോഴും ബാധിക്കുന്നില്ല. സത്യത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ടീമിനെ ഇവർ ചേർത്ത് പിടിക്കുകയായിരുന്നു വിചാരിക്കുക, അവർ കൂടെ നിർത്തുമായിരുന്നു വിചാരിക്കുക. സ്വാഭാവികമായിട്ടും എന്നിട്ട് ആ വിഷയം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടീമിൻ്റെ സ്ട്രെങ്ത്ത് കൂടെയല്ല ചെയ്യുക. ഇത് സത്യത്തിൽ എല്ലാവരുടെ ഉള്ളിലും ഒരു പിന്നെ എന്താ പറയുക ഇൻസെക്യൂരിറ്റി വളരും. അതായത് പോയ ആൾക്കാരുടെ മനസ്സിൽ മാത്രമല്ല, നിലവിലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിലും ഇൻസെക്യൂരിറ്റി വളരുന്നുണ്ട്. ഈ ഇൻസെക്യൂരിറ്റി എസെൻഷ്യലി ഈ ഓർഗനൈസേഷന് ദോഷകരമായിട്ടാണ് വരിക. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. കഷ്ടകാലത്തും ചേർത്ത് പിടിക്കുന്ന സാഹചര്യത്തിലാണ് ലീഡേഴ്സ് വരേണ്ടത്.